ഈ വീട് വാടക വീടാണ്, സ്വന്തമായിട്ടൊരു വീട് അവർ ഉണ്ടാക്കുന്നുണ്ട്. ചേച്ചി ബന്ധുവാണോ? വാർഡ് മെമ്പറാ. എങ്ങനെയാണ് ഇവരുടെ ഒരു എങ്ങനെയാണ് കാണുന്നത്? നമ്മളിവിടെ വലിയ വാടക വീട്ടിലാണ് താമസം. ഞാൻ ഒരു ആശാ വർക്കർ കൂടിയാണ്. നമ്മളെല്ലാ കാര്യമായിട്ടും ഇങ്ങോട്ടും വിളിക്കലും പറയലും ഒക്കെ ഉണ്ട്. നല്ലൊരു മോനായിരുന്നു, നല്ലൊരു കുടുംബമായിരുന്നു. അപ്പോൾ ഈ സ്കൂളിൽ നിന്ന് ഇപ്പോൾ എന്താ സംഭവിച്ചാൽ സ്കൂളായിട്ടുള്ളൊരു ബന്ധം നമുക്കില്ലല്ലോ. നമ്മൾ ഇങ്ങനെ കേട്ടുകളി. അമ്മയൊക്കെ എന്താ പറയുന്നത്? ലേറ്റായോ അറിയാം? ലൈറ്റായിക്ക് അറിയാമെന്ന് വെച്ചാൽ മോനൊരു ചായൻ്റെ കടിക്ക് പറഞ്ഞയച്ചതാ അവിടെ ഒരു കുരങ്ങാട്ടേക്ക്. അപ്പോൾ ഒരു ചെക്കൻ വന്ന് വണ്ടി കയറ്റി കൊണ്ടുപോയെന്നാണ് പറയുന്നത്. കൊണ്ടുപോയിട്ട് പിന്നെ അത് വരുന്നത് മരിൻ്റെ സമയത്താണ്. അങ്ങനെ ഉമ്മ പറഞ്ഞു തന്നില്ല. അതോ വന്ന് ഒറ്റക്കെടുത്താണ് കിടക്കുന്നത്. കമന്ന് കിടന്ന് എന്ത് ചോദിച്ചിട്ടും ഒന്നും സംസാരിക്കുന്നില്ല. അങ്ങനെ ഒന്നും കൂടി ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെന്ന്. പിന്നെ ഉപ്പയും വീട്ടിലുണ്ടെന്നാണ് പറഞ്ഞത്. അന്നേരം ഒന്നും മിണ്ടാണ്ടെന്ന്. പിന്നെ എന്തോ ഒരു കാര്യം അടിച്ചു, എന്തോ ഒരു കാര്യം പറഞ്ഞു. പിന്നെ അത് കിടന്നു. പിന്നെ വണ്ടിയില്ല. പിന്നെ ഓൾ ഇന്നലെ വൈകുന്നേരം എന്നോട് പറഞ്ഞു എനിക്കൊന്ന് മോനൊന്ന് കാണണ്ടീനോന്ന്. അങ്ങനെ രാത്രി കൊണ്ടുപോയി കാണിച്ച്. ഏതൊരു ഉമ്മക്കും പാപ്പക്കും ഒരു മക്കളല്ലേ, ഒരു 1000 മക്കളല്ലേ. 10-15 വയസ്സെന്ന് പറഞ്ഞാൽ എന്തോരം കഷ്ടപ്പെട്ട് ഇങ്ങനെ നമ്മൾ വളർത്തിയെടുക്കണം. അപ്പോൾ ഈ സ്കൂളിൽ ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നെന്ന് എൻ്റെ അഭിപ്രായം. ഒരു ഫെസ്റ്റിവലോ ഇനി എന്താ പരിപാടികളോ അതങ്ങനത്തെ ഒരു നിയന്ത്രിക്കണം ശരിക്കും കാര്യമായിട്ടും. ഞാനൊരു കൊടുവള്ളി സ്കൂളിൻ്റെ ഒരു മോളൊരു കുട്ടി ഉണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞില്ല എന്തോ ഒരു പ്രശ്നം ഉണ്ടായി. ഞാൻ പറഞ്ഞിരിക്കുന്നു ആദ്യം സാറുമാർ തന്നെ നല്ല രീതിയിൽ പഠിക്കണം. കുട്ടികളെ വളർത്താനുള്ള നമ്മളിപ്പോൾ രാവിലെ മക്കളങ്ങോട്ട് വിട്ടിട്ട് വൈകുന്നേരം മക്കൾ തിരിച്ച് വരുന്നുള്ളൂ. അവിടെ എന്താ നടക്കുന്നതെന്ന് ഓൽക്കെല്ലാവരും നമുക്കറിയില്ലല്ലോ. എന്തോ അടിപിടി കൂടുമ്പോഴല്ലേ നമ്മൾ അറിയുന്നുള്ളൂ. അപ്പോൾ ഓല് എപ്പോഴും ഒരു വടിയായിട്ടൊക്കെ ആദ്യമൊക്കെ ഇങ്ങനെ നടക്കുകയായിരുന്നു. ഇപ്പം അതൊന്നും എടുക്കുന്നില്ല. ഇതൊരു സ്വാഭാവിക പ്രതികരണമാണ്. അതായത് കുട്ടികളിൽ നിന്ന് ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള തെറ്റുകളെ തിരുത്താനുള്ളൊരു മാർഗം അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് പറയുന്നു. ഏതായാലും ഇന്ന് വൈകിട്ട് ആണ്, വളരെ വൈകിയാണ് കുട്ടി വീട്ടിലേക്ക് എത്തിയെന്നുള്ളതാണ് ഇപ്പോൾ നാട്ടുകാരൊക്കെ പറയുന്നത്.